ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സ്പ്ലെൻഡറിനെ കടത്തിവെട്ടിയ മൈലേജ്. ഡീസൽ ബുള്ളറ്റിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ. ഇന്ത്യയിൽ ഒരിക്കൽ ഡീസൽ ബുള്ളറ്റുകളെ റോയൽ എൻഫീൽഡ് ഇറക്കിയ കാര്യം മിക്കവർക്കും അറിവുള്ളതായിരിക്കണം. ടോറസ് എന്നായിരുന്നു ഡീസൽ ബുള്ളറ്റിന്റെ പേര്. 1993 വിപണിയിലെത്തിയ ടോറസ് 2000 അവസാനം വരെ വിപണിയിൽ തുടർന്നു. നഗരങ്ങളെക്കാൾ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലുമായിരുന്നു ടോറസുകൾ കൂടുതലായി കാണപ്പെട്ടിരുന്നത്. വിന്റേജ് മോട്ടോർ സൈക്കിൾ ശേഖരങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായി ടോറസുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ഇന്ത്യയിൽ പ്രചാരത്തിലായിരുന്ന ഡീസൽ ബുള്ളറ്റുകളെക്കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ. ഏറ്റവും കൂടുതൽ കാലം ഉൽപ്പാദനത്തിലിരുന്ന ഡീസൽ മോട്ടോർ സൈക്കിൾ. ഇന്ത്യൻ വിപണി കണ്ട ആദ്യത്തെയും അവസാനത്തെയും ഡീസൽ മോട്ടോർ സൈക്കിളാണ് റോയൽ എൻഫീൽഡ് ടോറസ്. രാജ്യാന്തര വിപണിയിലും സ്ഥിതി ഇതുതന്നെ. റോയൽ എൻഫീൽഡ് ടോറസിനോളം ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഡീസൽ മോട്ടോർ സൈക്കിൾ ലോകത്ത് തന്നെയില്ല. സ്പ്ലെൻഡറിനെ കടത്തിവെട്ടിയ മൈലേജ്. മൈലേജിന്റെ കാര്യത്തിൽ പൊതുവെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ ഒരു പിടി പിന്നിലാണ്. എന്നാൽ ടോറസ് മാത്രമാണ് ഇതിനൊരു അപവാദം. 86 കിലോമീറ്റർ ആയിരുന്നു ടോറസ് വാഗ്ദാനം ചെയ്തിരുന്ന ഇന്ധനക്ഷമത. ഇന്ധനം കുടിച്ചു വറ്റിക്കാറില്ല, നുണയാറേയുള്ളൂ. മൈലേജിന്റെ കാര്യത്തിൽ സ്പ്ലെൻഡറിനെ കടത്തിവിട്ടും ടോറസ്. അക്കാലത്ത് പെട്രോളിന്റെ പകുതി വിലയ്ക്ക് ഡീസൽ ലഭ്യമായിരുന്നതും ടോറസിന് പ്രചാരം വർദ്ധിപ്പിച്ചിരുന്നു. കിതയ്ക്കുന്ന കരുത്ത്. ഇന്ധനക്ഷമത ഉണ്ടായിരുന്നെങ്കിലും നിരത്തിൽ കിതച്ചുകൊണ്ടാണ് ടോറസ് കുതിച്ചിരുന്നത്. പരമാവധി 6.5 bhp കരുത്തും 15 Nm ടോർക്കുമാണ് ടോറസുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. 325 cc ലൊംബാർഡിനി ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനായിരുന്നു റോയൽ എൻഫീൽഡ് ടോറസുകളുടെ ഒരുക്കം. പരമാവധി വേഗത മണിക്കൂറിൽ 85 കിലോമീറ്റർ. 196 കിലോഗ്രാമായിരുന്നു ടോറസിന്റെ ഭാരം. പിൻവലിച്ചിട്ടും ഉൽപാദനം തുടരുന്നു. കേട്ടത് ശരിയാണ്, റോയൽ എൻഫീൽഡ് ഔദ്യോഗികമായി പിൻവലിച്ചിട്ടും ഉൽപാദനം തുടരുന്ന ചരിത്രവും ടോറസിന് പറയാനുണ്ട്. വിപണിയിൽ ഡീസൽ ബുള്ളറ്റിന് ആവശ്യക്കാരേറിയ പശ്ചാത്തലത്തിലാണ് പഞ്ചാബ് ആസ്ഥാനമായ ട്രാക്ടർ നിർമ്മാതാക്കൾ സൂരജ് ട്രാക്ടേഴ്സ് ചെറിയ മാറ്റങ്ങളോടെ ടോറസിനെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ധനക്ഷമതയാണ് ടോറസിലേക്ക് ഉപഭോക്താക്കൾ ഒഴുകിയെത്താൻ കാരണം. റോയൽ എൻഫീൽഡ് നിർമ്മിച്ച ഏറ്റവും ചെറിയ 4 സ്റ്റോക്ക് മോട്ടോർ സൈക്കിൾ. റോയൽ എൻഫീൽഡ് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ചെറിയ 4 സ്റ്റോക്ക് മോട്ടോർ സൈക്കിളാണ് ടോറസ്. ഗ്രീവ്സ് ലൊംബാർഡിനിയിൽ നിന്നായിരുന്നു 325 cc എഞ്ചിൻ. 346 cc 4 സ്റ്റോക്ക് എഞ്ചിനാണ് പെട്രോൾ ബുള്ളറ്റിനുണ്ടായിരുന്നത്. ബൈക്കുകളിൽ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കാത്തതിന് കാരണം പരിശോധിക്കാം. ഉയർന്ന കംപ്രഷൻ അനുപാതം. പെട്രോൾ എഞ്ചിനേക്കാൾ കൂടിയ കംപ്രഷൻ അനുപാതമാണ് ഡീസൽ എഞ്ചിനുകൾക്ക്. പെട്രോൾ എഞ്ചിനിൽ 11.1 എന്ന അനുപാതത്തിലാണ് കംപ്രഷൻ നടക്കുന്നതെങ്കിൽ ഡീസൽ എഞ്ചിനിൽ കംപ്രഷൻ അനുപാതം 24.1 എന്ന തോതിലാണ്. ഉയർന്ന കംപ്രഷൻ അനുപാതം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഭാരവും വലുപ്പവുമേറിയ ലോഹ ഘടകങ്ങൾ ഡീസൽ എഞ്ചിന്റെ ഭാഗമാകുന്നത്. പെട്രോൾ എഞ്ചിനേക്കാൾ ഡീസൽ എഞ്ചിന് ഭാരം വർദ്ധിക്കാൻ കാരണവും ഇതാണ്. അതിനാൽ മോട്ടോർ സൈക്കിൾ പോലെയുള്ള ചെറിയ വാഹനങ്ങളിൽ ഡീസൽ എഞ്ചിൻ പ്രായോഗികമല്ല. ഉയർന്ന കംപ്രഷൻ അനുപാതത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ശബ്ദവും വിറയലും ഡീസൽ എഞ്ചിൻ പുറപ്പെടുവിക്കും. ശക്തമായ വിറയലും ശബ്ദവും ഏറെക്കാലം കൈകാര്യം ചെയ്യാൻ ഡീസൽ എഞ്ചിൻ മോട്ടോർ സൈക്കിളുകൾക്ക് സാധിച്ചെന്ന് വരില്ല. ഇതും ഡീസൽ എഞ്ചിനുകളെ മോട്ടോർ സൈക്കിളുകളിൽ ഉപയോഗിക്കാത്തതിന് കാരണമാണ്. വില. ഉയർന്ന കംപ്രഷൻ അനുപാതത്തിന്റെയും ഭാരമേറിയ എഞ്ചിന്റെയും പശ്ചാത്തലത്തിൽ ഡീസൽ എഞ്ചിനുകൾക്ക് താരതമ്യേന വില കൂടും. കൂടാതെ ഡീസൽ എഞ്ചിനിൽ ടർബോ ചാർജർ മുഖേനയാണ് സിലിണ്ടറിലേക്ക് കൂടുതൽ വായു എത്തുന്നത്. ഇത് ഡീസൽ എഞ്ചിന്റെ വില വർദ്ധിക്കാനുള്ള കാരണമാണ്. വിപണിയിൽ പെട്രോൾ, ഡീസൽ എഞ്ചിനുകൾ തമ്മിൽ കുറഞ്ഞ പക്ഷം 50,000 രൂപയുടെയെങ്കിലും വില വ്യത്യാസം ഉടലെടുക്കും. ഉയർന്ന പ്രൈസ് ടാഗിലെത്തുന്ന ഡീസൽ എഞ്ചിൻ മോട്ടോർ സൈക്കിളുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ലഭിക്കുക ബുദ്ധിമുട്ടാണ്. മലിനീകരണം. പെട്രോൾ എഞ്ചിനുകളെ അപേക്ഷിച്ച് ഡീസൽ എഞ്ചിനുകൾ കൂടുതൽ പരിസര മലിനീകരണം സൃഷ്ടിക്കും. ഏകദേശം 13% കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡുകളാണ് 3 ലിറ്റർ ഇന്ധനത്തിൽ നിന്നും ഡീസൽ എഞ്ചിനിൽ പുറന്തള്ളുക. അതായത് ഡീസൽ എഞ്ചിനിൽ പരിസ്ഥിതിക്ക് കൂടുതൽ ഹാനികരമെന്ന് വ്യക്തം. അറ്റകുറ്റപ്പണി. ഉയർന്ന സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ ഡീസൽ എഞ്ചിനുകൾക്ക് തുടരെ അറ്റകുറ്റപ്പണികൾ ആവശ്യമാണ്. തകരാറുകളുടെ തോത് കുറയ്ക്കുന്നതിന് ഓരോ 5000 കിലോമീറ്ററിലും ഡീസൽ എഞ്ചിനുകൾ ഓയിൽ മാറ്റേണ്ടി വരും. ഇതേസമയം പെട്രോൾ എഞ്ചിനുകളിൽ 10,000 കിലോമീറ്റർ പിന്നിടുമ്പോഴാണ് ഓയിൽ മാറ്റാറുള്ളത്. കുറഞ്ഞ എഞ്ചിൻ വേഗത. ടോർക്കിന്റെ കാര്യത്തിൽ ഡീസൽ എഞ്ചിൻ കേമനാണ്. എന്നാൽ എഞ്ചിൻ വേഗത അല്ലെങ്കിൽ RPMലേക്ക് വരുമ്പോൾ പെട്രോൾ എഞ്ചിന് പിന്നിലാണ് ഡീസൽ എഞ്ചിന്റെ സ്ഥാനം. മോട്ടോർ സൈക്കിളുകളെ സംബന്ധിച്ച് വേഗത അനിവാര്യമാണ്. അപ്പോൾ പിന്നെ ഇരുചക്ര വാഹനങ്ങളിൽ ഡീസൽ എഞ്ചിൻ ഒരുക്കുന്നതിൽ അർത്ഥമില്ല. ഊർജ ഉൽപാദനം.
പ്രതി ലിറ്റർ ഇന്ധനത്തിൽ നിന്നും കൂടിയ അളവിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഡീസൽ എഞ്ചിന് സാധിക്കും. ഡീസൽ കത്തുമ്പോൾ എഞ്ചിൻ താപ ഉൽപ്പാദനവും ഗണ്യമായി വർദ്ധിക്കും. ഉയർന്ന താപം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ പ്രതല വിസ്തീർണവും ശരിയായ കൂളിംഗ് സംവിധാനവും ഡീസൽ എഞ്ചിന് ആവശ്യമാണ്. സ്വാഭാവികമായും ഈ നടപടികൾ ഡീസൽ എഞ്ചിന്റെ വലിപ്പം വർദ്ധിപ്പിക്കും. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം കമന്റിലൂടെ.